Hello everyone, welcome to Direction e-learning. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് SSLC ലെവൽ 10th ലെവൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാറ്റഗറി നമ്പർ 34 2020 61 2020 14 2021 എന്നീ കാറ്റഗറി നമ്പറുകൾക്കായി നടന്നിട്ടുള്ള കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ സ്റ്റേജ് 2 രണ്ടാം ഘട്ട പരീക്ഷ എന്നായിരുന്നു 28/5/2022 നടന്ന പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 60/2022. അപ്പൊ ഈ പരീക്ഷയിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കി പോവാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. എവിടെയാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ജില്ലയാണ് ചോദിച്ചത്. ഉത്തരം എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ്. തൃശൂർ ജില്ലയിലാണ് നമ്മുടെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ആരോഗ്യ സർവകലാശാല നമ്മൾ കുഹാസ് എന്നൊക്കെ രീതിയിൽ ഈ ഒരു ആരോഗ്യ സർവകലാശാലയെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ തന്നെ തെങ്ങാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് 2010 ഇവര് ഫോം ചെയ്യുന്നത്. ഏകദേശം 15ഓളം യൂണിവേഴ്സിറ്റികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്നും ജില്ല ഏതാണെന്നും ആ ജില്ലയിൽ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ കൊടുത്ത ആളുകൾ തിരുവനന്തപുരത്ത് നമുക്ക് വരുന്നുണ്ട്, കൊച്ചിയിൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അത് പിന്നെ അറിയാം എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യം തൊട്ടേ ഉള്ളതാണ്. 1957 ഫോം ചെയ്തതാണ്. ജോൺ മത്തായി ഒക്കെ ആയിരുന്നു അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി. രണ്ടാമതായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, എവിടെയാണ്? തേഞ്ഞിപ്പാലത്താണ്. മലപ്പുറം തേഞ്ഞിപ്പാലം 1968 അത് ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, എറണാകുളം ജില്ലയാണ്. 1971 ഫോം ചെയ്തത്. കളമശ്ശേരിയാണ് ഇതിന്റെ ലൊക്കേഷൻ, സ്ഥലം വരുന്നത് കളമശ്ശേരിയാണ്. ഇതിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആദ്യത്തെ വൈസ് ചാൻസലർ. ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. കുസാറ്റിലെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ഇനി അത് കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി, കോട്ടയത്താണ്. കോട്ടയത്ത് ഏത് സ്ഥലം? നമ്മൾ കാലിക്കറ്റ് തേഞ്ഞിപ്പാലം പറഞ്ഞ പോലെ ഇവിടെ കോട്ടയത്ത് അതിരമ്പുഴയിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നത്. അതിരമ്പുഴയിലാണ്. അത് കഴിഞ്ഞാൽ 5 കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. കണ്ണൂർ സർവകലാശാല തവക്കരയാണ്. തവക്കര അല്ലെങ്കിൽ ആദ്യം എവിടെയായിരുന്നു? മങ്ങാട്ടുപുറമ്പ എന്നതിന്റെ ആസ്ഥാനം. പിന്നെ എവിടേക്ക് മാറിയിട്ടുണ്ട്? തവക്കരയിലേക്ക് മാറിയിട്ട് 1996 കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത്. ആറാമതായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ജില്ല കൊല്ലമാണ്. 2020 അത് ഫോം ചെയ്യുന്നത്. 2020 ഫോം ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഏഴാമതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആരോഗ്യ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. എട്ടാമതായിട്ട് പറയുന്നത് വെറ്റിനറി ആണ്. വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഏത് ജില്ല? വയനാട് ജില്ലയാണ്. വയനാടിലെ പൂക്കോടാണ്. പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 2010 വെറ്റിനറി ആനിമൽ ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഒൻപതാമതായിട്ട് വരുന്നത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കാർഷിക സർവകലാശാല. കേരളത്തിലെ കാർഷിക സർവകലാശാല തൃശൂർ ജില്ല, വെള്ളാനിക്കര. ഇത് വെള്ളാനിക്കരയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ്. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായിട്ട് വരുന്ന വെള്ളാനിക്കരയിലാണ്. 1971 ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് 10ാമതായിട്ട് തന്നിട്ടുള്ളത് ഫിഷറീസ് ആണ്. കേരള യൂണിവേഴ്സിറ്റീസ് ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കുഫോസ് എന്ന് പറയാറുണ്ട്. കൊച്ചിയിലാണ് ഇതിന്റെ ആസ്ഥാനം. കൊച്ചിയിലെ തന്നെ പനങ്ങാടാണ് കുഫോസിന്റെ ആസ്ഥാനം. 11ാമതായിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിൽ തന്നെ എവിടെയാ? എറണാകുളത്താണ്. 12ാമതായിട്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത സർവകലാശാല, എറണാകുളം ജില്ല, കാലടിയിലാണ്. 13ാമത് മലയാളം സർവകലാശാല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മലപ്പുറം ജില്ല, തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2012 ഫോം ചെയ്തു. അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 14ാമതായിട്ട് വരുന്നതാണ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ടെക്നോളജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയും. തിരുവനന്തപുരത്താണ്. 2020 ഫോം ചെയ്തിട്ടുള്ളത്. ആ കാര്യം ഓർത്തു വെക്കുക. ഇനി 15ാമതായിട്ടുള്ളത്
ടെക്നിക്കലാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് 2014 ഫോം ചെയ്യുന്നത്. അവസാനം പറഞ്ഞിട്ടുള്ളത് 16 KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ആണ്. കോട്ടയമാണ് പറഞ്ഞിട്ടുള്ളത്. കോട്ടയം ശരിക്കും അത് തെക്കുംതല ചെങ്ങള വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത് ശരിക്കും ഒരു ഓട്ടോണമസ് ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഗവൺമെന്റ് ഓഫ് കേരള. അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്ന ആരാണ്? CM ആണ്, ചീഫ് മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. ഈ വിഷ്വൽ സയൻസും ആർട്സും ഒക്കെ ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഇത്തരത്തിൽ പ്രധാനമായിട്ടുള്ള 15 യൂണിവേഴ്സിറ്റീസും 16ാമതായിട്ട് നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല കോഴിക്കോട്, തൃശൂർ, പത്തനംതിട്ട, കോട്ടയം. എത്ര ജില്ലയിലൂടെ സിൽവർ ലൈൻ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നത്? 11 ജില്ലയാണ് പറഞ്ഞിട്ടുള്ളത്. 3 ജില്ലയിലൂടെ പാസ് ചെയ്യുന്നില്ല. ഏതാണ്? ഇവിടെ ആൻസർ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിലൂടെ സിൽവർ ലൈൻ പ്രോജക്ട് പാസ് ചെയ്യുന്നില്ല. പ്രപ്പോസ്ഡ് സിൽവർ ലൈൻ പ്രോജക്ട് പാസ് ചെയ്യുന്നില്ല. 11 ജില്ലകളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. വയനാട്, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൂടെ ഇത് പാസ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം 11. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ മാൾവ പീഠഭൂമി, ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി പൂർവഘട്ടം. വിന്ധ്യ പർവ്വതം, ഇന്ത്യയുടെ ഏകദേശം നടുക്കൂടെ പാസ് ചെയ്യുന്ന വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഡമം ഹിൽസ്, ഏലമല വരെയൊക്കെ വരുന്ന പ്രദേശത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂവിഭാഗമാണ് ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് പീഠഭൂമി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഡക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി എവിടെയാണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എവിടെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നിനെയും പ്രത്യേകതകൾ എന്താണ്, ഇതെല്ലാം തന്നെ പഠിക്കണം. പിന്നെ പൂർവ്വഘട്ടം എന്താണ്, പശ്ചിമഘട്ടം എന്താണ്, അതിൽ ഓരോന്നിലെയും പീക്സ് ഏതൊക്കെയാണുള്ളത്, അതിന്റെ ഹൈറ്റ് എന്താണ്, വലുത് ഏതാണ്, രണ്ടാമത്തെ വലുത് ഏതാണ്, ചെറുത് ഏതാണ്, എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ പീഠഭൂമി എന്ന് പറയുന്നതിൽ ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ സമതല പ്രദേശം കഴിഞ്ഞാൽ നമുക്ക് വിശാലമായി എത്തുന്ന എവിടേക്കാണ്? ഒരു പീഠഭൂമി പ്രദേശത്തേക്കാണ്. സംസ്ഥാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഈ പീഠഭൂമി പ്രദേശത്തെയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വലിയൊരു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത് മിക്ക ഭാഗങ്ങളിലും പണ്ട് കാലത്ത് ലാവ തണുത്തറിഞ്ഞിട്ട്, വോൾക്കാനോസിൽ നിന്നുള്ള ലാവ തണുത്തറിഞ്ഞ് രൂപം കൊണ്ടതാണ് ഈ ഒരു ഡെക്കാൻ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? കറുത്ത മണ്ണിന്റെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ പറയുന്നു, വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വത നിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നീ വിളകൾ പ്രസിദ്ധമാണ് ഈ ഒരു പ്രദേശത്ത്. പീഠഭൂമി പ്രദേശത്തെ പ്രധാന കൃഷി, അതേപോലെ മറ്റു കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയുടെയൊക്കെ ധാതു നിക്ഷേപങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ ജാർഖണ്ഡ് സംസ്ഥാനം ഈ ഒരു ഭാഗത്താണ്, മിനറൽ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ജാർഖണ്ഡ് ഒക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണ്. ഇനി ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി പോലുള്ള പ്രധാനപ്പെട്ട ഉപദ്വീപ്യൻ നദികളുടെ ഒരു സഞ്ചാരപാതയും ഈ പ്രദേശങ്ങളിലൂടെയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഉപദ്വീപ്യൻ പീഠഭൂമി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, ഓപ്ഷൻ സി കാറ്റിൽ നിന്നുള്ള ഊർജം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? 1, 2 and 3. സൗരോർജമുണ്ട്, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജവും. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. കര അതിർത്തിയാണ് ചോദിച്ചത്. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ചൈനയ്ക്ക് നമുക്ക് കര അതിർത്തി ഉണ്ടല്ലോ, ഒരു സംശയമില്ല. ചൈനയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കര അതിർത്തി വരുന്നുണ്ട്. നമ്മൾ മക്മോഹൻ രേഖയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ അയൽ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയിലെ അയൽക്കാരിൽ ഏറ്റവും വലിയതായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. നേപ്പാൾ ഒരു സംശയമില്ല, നേപ്പാൾ നമ്മുടെ അയൽ രാജ്യമാണ്. പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്. അതേപോലെ ഭൂട്ടാനും നമ്മുടെ അയൽ രാജ്യമാണ്. ഭൂട്ടാന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ.
ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം ആരാണ്? മാലിദ്വീപാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തി വരുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശ് ആയിട്ടാണ്. അപ്പൊ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബൗണ്ടറീസുമായി ബന്ധപ്പെട്ട് ബോർഡേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ 13ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഏതിലേക്ക് പോവാം? നമുക്ക് ഓപ്ഷൻ ഡി എടുക്കാം. 1, 2, 3 and 4. അടുത്ത ഒരു ചോദ്യം 14ലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് K2, നന്ദാദേവി ഇവയൊന്നുമല്ല. ഏതാണ്? ഒരു സംശയവും വേണ്ട, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. 14ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ ഒരു കൊടുമുടി ഹിമാലയൻ പർവ്വത നിരയിലാണ്. ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരം 8848 മീറ്റർ ആണ്. അപ്പൊ ഇത്രയുമാണ് സെലക്ട് ചെയ്ത കുറച്ച് 6 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു ചോദ്യങ്ങൾ മറ്റു വീഡിയോകളിലായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ താങ്ക് യു.